അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവിടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവർ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുക വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിലെ നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ ആൾത്താരയിൽ ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അങ്ങയുടെ കയ്യിൽ, പാവപ്പെട്ടവനാടാ, അങ്ങയുടെ കയ്യിൽ കുറേ ആധാരങ്ങളിരിപ്പുണ്ട്, എല്ലാം ജപ്തിയായിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്തോ എന്നോട് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ അയാളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തോ സംസാരിക്കാണ്ടൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ അയാൾ പക്ഷേ സംസാരത്തെ കേട്ടപ്പോൾ ഞാൻ അത്ര എനിക്ക് ഒരു ഹാപ്പി അല്ലായിരുന്നു. പുള്ളി പറഞ്ഞ ഇതാണ്, എന്നോട് ചോദിച്ചത്, അച്ഛാ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഇൻക്ലിനേഷൻ, ഈ മനുഷ്യനെ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എന്തോ ചോദിച്ച പോലെ തോന്നിയ കാരണം റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ആ കുറവ് ഉൾപ്പെടെ ഇങ്ങനെ ഓരോ കുറവുകളും എടുത്ത് ഇപ്പം നമ്മൾ ഹിറ്റൊന്നും സാരമില്ലേ, ഹിറ്റ് അത് ഈ പാറ്റിലേക്ക് അടിക്കണ സാരമില്ലേ, അപ്പം ഇങ്ങനെ കൊമ്പും പോലൊക്കെ വെച്ചിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ അത് അടിക്കുമ്പോൾ പാറ്റയും ചാകും, അതിൻ്റെ അടി പല്ലി ഉണ്ടെങ്കിൽ പല്ലിയും ചാകും, വേറെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തു പോകും. അപ്പോൾ പല്ലിക്കൊരെണ്ണം ഒരു ഹിറ്റ് പോലെ ഒരു സ്പ്രേ, പാറ്റയ്ക്ക് വേറെ സ്പ്രേ, പഴുതാരയ്ക്ക് വേറെ സ്പ്രേ, അങ്ങനെയൊന്നുമില്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ വൃത്തിമേനായിട്ട് ഉടമ്പടി ഒന്ന് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പരിഹരിക്കും. അല്ല ഓരോ സാധനത്തിനും ഓരോ കുറവിന് ഓരോ സൊല്യൂഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞോ? നമ്മൾ ദൈവതിരുസന്നിധിയിൽ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ചെയ്യാൻ, അല്ലേ? അപ്പം തന്നെ നമ്മൾ ദൈവമായിട്ടാണ് ചെയ്യണത്. അത് അതർ പേഴ്സൺ ആരാണ്? ദൈവമാണ്. ഇപ്പോൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻറ്റാണ് ചെയ്യണത്. അല്ല നമ്മളിങ്ങനെ ദൈവത്തോട് തിരുസന്നിധിയിൽ കുദാശകൾ ഒന്നും എഗ്രിമെൻ്റ് അല്ല. അത് നമ്മുടെ വ്രതം നമ്മൾ എടുക്കണതാണ്. ഇപ്പോൾ അനുസരണം എന്ന വ്രതം അത് നമ്മൾ എടുക്കണത്. അത് നമ്മൾ ഏകപക്ഷീയമായിട്ട് ആ വ്രതം എടുക്കുകയാണ്. നമ്മൾ വി ടേക്ക് ദാറ്റ് വൗസ്. ഉടമ്പടി എന്ന് പറഞ്ഞൊരു വൗസ് എടുക്കലല്ല ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അതായത് ചില അച്ഛന്മാരോടൊക്കെ നമ്മൾ പറയും, അച്ഛനെ ജോസഫിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛന്മാരാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉടമ്പടിയൊന്നുമല്ല. അപ്പോൾ നമ്മളൊക്കെ ഉടമ്പടിയിലല്ല അച്ഛാ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞു, അത് നമ്മൾ അങ്ങോട്ട് എടുത്തതല്ലേ ഉടമ്പടി. അതിന് വൗസ് എന്നാണ് പറയണത്, വ്രതം, അനുസരണ എന്ന വ്രതം. ഈ ബൈബിളിലെ ഉടമ്പടി എന്ന് പറയുന്നത്, കൃപാസനം നടക്കുന്നത് മരിയൻ ഉടമ്പടിയാണ്. എന്ന് വെച്ചാൽ അത് ബൈലാറ്ററാണ്. വെച്ചാൽ അതായത് അതിൻ്റെ മുഴുവൻ അടിസ്ഥാനങ്ങൾ എവിടെ ഉള്ളത്? അതിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഉടമ്പടി ജനത, ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ്. ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ് ഉടമ്പടി ജീവിതം വരണത്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അതിൻ്റെ ഫോർമേഷനിലെ കൾമിനേഷനാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവൻ പറയണത് പോലെ ചെയ്യണം. അപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിന് ദൈവം ഇങ്ങോട്ട് തരുന്ന വാഗ്ദാനങ്ങളുണ്ട്. അപ്പം ഇത് ബൈലാറ്ററാണ്, ഉഭയകക്ഷിയാണ്. ദൈവം ഒരു കക്ഷിയാണ് അതിൻ്റെ അകത്ത്. അപ്പം തന്നെ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യും? അയ്യോ, ദൈവമായിട്ടാണല്ലോ നമ്മൾ ഒരു എഗ്രിമെൻറ്റിൽ വരാൻ പോണത്. ഇപ്പം ഞാൻ എബ്രഹാത്തെ പോലെ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നീയും പരിശുദ്ധനായിരിക്കണം. അപ്പം അതിൻ്റെ ആദ്യ പടി തന്നെ എന്താണ്? വിശുദ്ധീകരണമാണ്. ഉടമ്പടിയുടെ ആദ്യ പടി. വിശുദ്ധീകരിക്കാത്ത ആർക്കും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി ഉടമ്പടിയെക്കുറിച്ച് ബോധമുള്ള ആളാണെങ്കിൽ ആ വ്യക്തി സ്വയമായിട്ട് അപ്പം തന്നെ ആരും പറയാതെ, ഞങ്ങൾ ആരും ഉപദേശിക്കാതെ നിർദ്ദേശിക്കാതെയും ആ വ്യക്തി സത്യസന്ധമായിട്ട് തന്നെ സുവിശേഷ വിഹിതമായിട്ട് ദൈവതിരുസന്നിധിയിൽ ഒരു കോമ്പറ്റൻ്റ് പാർട്ട്ണറാകും. ഉത്തരവാദിത്വമുള്ള ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് അവർ തന്നെ പ്രാർത്ഥിച്ചും വിശുദ്ധീകരിച്ചും ഒരുങ്ങിയായിരിക്കും വരണത്. അങ്ങനെ വരണ അനേക ആയിരങ്ങളുണ്ട് കൃപാസനത്തിലോട്ട്.
ചുമ്മാ വായി നോക്കി വണ്ടിയൊക്കെ കയറിയുന്നുണ്ട്, ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന് അതിവിടെ ഇവിടെയും കുത്തിയിരുന്നായിട്ടും എഴുതിയിടുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനെയുള്ള അവതാരങ്ങളും ഉണ്ട്. അപ്പോൾ എന്ത് വിഷയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഇപ്പോൾ ഈ വ്യക്തി എന്താ എന്നോട് പറഞ്ഞത്, എനിക്ക് വല്ല കുറവുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഉടമ്പടി വെടിപ്പായിട്ടൊരു മനുഷ്യൻ ഒരു ഈക്വാലൻ്റ് പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ പാർട്ട്ണർ, യോജിച്ച പങ്കാളിയായിട്ട് വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ കൃപാസനത്തിൽ വരണമെങ്കിൽ തന്നെ ദൈവം പാലിക്കാൻ തുടങ്ങും. എന്താ കാര്യം? നമ്മൾ പാലിക്കുമെന്നുള്ളതും ഉടമ്പടിയുടെ വൃത്തിയും മെനയുമുള്ള ഈക്വൽ പാർട്ട്ണർ ആകുമെന്നുള്ളത് ദൈവത്തിന് അറിയാൻ നേരത്തെ അറിയാതെ കൊണ്ട് അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങൾ തുടങ്ങും. അതുകൊണ്ട് പല ആൾക്കാരും ഉടമ്പടി അപ്പോൾ ഈ മനുഷ്യൻ കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചതെന്നറിയാമോ, നിങ്ങളാദ്യം ഉടമ്പടി എടുക്കണത് എന്തിനാണ്? യേശുക്രിസ്തുവിനെ നമ്മുടെ പക്ഷത്താക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? യേശുക്രിസ്തുവിനെ എന്തിനാണ് നമ്മൾ പക്ഷത്താക്കണത്? ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് വാഗ്ദാനങ്ങളല്ലേ. അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു, ഞങ്ങൾ യേശു പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ മനുഷ്യൻ എന്താ എന്നോട് ചോദിക്കണത്, എനിക്ക് വല്ല കുറവുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ എന്താ പറയണത്, നമ്മൾ ഉടമ്പടി എടുക്കണേ എന്തിനാണ്? അവൻ്റെ ഫസ്റ്റ് പൊസിഷൻ തന്നെ കുറവെല്ലാം മാറും. എന്താ കാര്യം? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു ഈക്വൽ പാർട്ണറായിട്ടും ഈക്വലൻ്റ് അതിന് തക്ക ഒരു പങ്കാളിയായിട്ടും നമ്മളെ തന്നെ വിശദീകരിക്കുമല്ലോ. അപ്പോൾ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിനെ പക്ഷത്താക്കുക എന്നുള്ളതാണ്. എങ്ങനെ ക്രിസ്തുവിനെ പക്ഷത്താക്കാൻ കാരണം എന്താണ്? ഈ ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കിട്ടിയാൽ നമുക്ക് സകല വാഗ്ദാനങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് എല്ലാം ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ 6 കാര്യങ്ങൾ ഉടമ്പടി പറയണമെങ്കിലും ഒരു 60,000 കാര്യങ്ങളും യേശുക്രിസ്തു. അതാണ് ഇനി നമുക്കെതിരെ വരാൻ പോകുന്ന ശത്രുത പോലും അല്ലെങ്കിൽ പലതരം പൈശാചിക പീഡകൾ പോലും എന്താണ് മനുഷ്യൻ പേടിക്കണ എല്ലാ കാര്യങ്ങളും അതല്ലേ ബൈബിൾ ചോദിക്കണത്. ഈ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താണെങ്കിൽ റോമ 8:31 ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പം നമുക്ക് അവരെതിരാണ് ഇവരെതിരാണ് സാത്താൻ്റെ പ്രവർത്തനമാണ്, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്നൊന്നുമല്ല പ്രശ്നം. മറിച്ച് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താകും. യേശുക്രിസ്തു സകല വാഗ്ദാനങ്ങൾ യേശുക്രിസ്തു അതേ തന്നെ ആയതുകൊണ്ട് യേശുക്രിസ്തുവിൽ നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പോൾ എന്താ ഇത്രയും പറയാൻ കാര്യം, ആ മനുഷ്യൻ്റെ കയ്യിലൊരു തകിട് കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. ആരോ എന്തോ അദ്ദേഹത്തിന് അതിൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറമ്പൊന്നും വിറ്റുപോകാത്തതെന്ന് അവിടെ ധരിക്കണത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി എന്താ കൊടുക്കണത്? നിങ്ങൾ യേശുക്രിസ്തുവിനെ പക്ഷത്താക്കൂ, എന്നാൽ പിന്നെ ആരും നമുക്ക് എതിർ നിൽക്കുന്നതന്നെയല്ല, എതിർപ്പുണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമായി പോയിക്കോളും. അപ്പോൾ ഉടമ്പടി യേശുക്രിസ്തുവിനെ പക്ഷത്താക്കുന്ന നല്ല പദ്ധതിയാണ്. യേശുക്രിസ്തു പക്ഷത്തായി കഴിയുമ്പോൾ പിന്നെ എന്താണ്, ആരും നമുക്ക് എതിര് നിൽക്കാം. എൻ്റെ പേര് ന്യൂബി, ഞാൻ എടത്തുവാലിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ കൃപാസനത്തെ പറ്റി 2018 മുതൽ അറിയാം. ഞാൻ എന്ന് എറണാകുളം പോകുമ്പോൾ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇറങ്ങി പ്രാർത്ഥിക്കും. പക്ഷേ ഒരു വിശ്വാസപൂർവ്വം ഒരു ഉടമ്പടി എടുക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ അടുത്തിടയ്ക്ക് OET എക്സാം എഴുതാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് റീഡിംഗ് എന്നുള്ള മൊഡ്യൂൾ ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നി. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് റിക്വയർഡ് സ്കോർ എനിക്ക് കിട്ടുന്നില്ല. എങ്കിലും ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പോലെ തന്നെ റീഡിംഗ് എനിക്ക് പോയി, ബാക്കിയെല്ലാ മൊഡ്യൂളും ഞാൻ ക്ലിയറായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇനി റീഡിംഗ് കിട്ടത്തില്ല, ഞാൻ വിചാരിക്കുന്ന റിക്വയർഡ് സ്കോർ എനിക്ക് കിട്ടത്തില്ല, അപ്പോൾ എനിക്കിനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാര്യം എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ഫെബ്രുവരി 19 ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുവാണ്. ഇവിടുത്തെ മാതാവ് പറയുവാണ്, നിൻ്റെ സ്വന്തം നാട്ടിലല്ലേ ഈ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമല്ലേ എവിടെയാണെങ്കിൽ, നിനക്കൊന്ന് അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എന്താന്ന്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ ഒരു 12:30 ഒക്കെ സമയമായിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് ഞാനാണെങ്കിൽ യൂട്യൂബിൽ കൃപാസനം എന്ന് അടിച്ചു കൊടുത്തു.
അപ്പോൾ അതിൽ ഓൺലൈൻ ഉടമ്പടിയുടെ കാര്യം ഞാൻ കണ്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി കുമ്പസാരം നടത്തി. അങ്ങനെ എൻ്റെ വിശ്വാസം ഒരു 10 എന്ന് വെച്ചാൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊന്ന് ആഴപ്പെടാനായിട്ട് എനിക്ക് ഈ ഉടമ്പടി എന്നെ ഒത്തിരി സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ കാശുരൂപം അല്ലെങ്കിൽ എണ്ണ തൈലം അതിൻ്റെയൊക്കെ ഇതറിയുന്നത്. അപ്പോൾ ഞാൻ എക്സാം എഴുതുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന്, മാർച്ചിലാണ് ഞാൻ എക്സാം എഴുതിയത്. മാർച്ച് 13-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 19-ാം തീയതി ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തൈലമൊക്കെ പുരട്ടി കാശുരൂപം കൈ കരുതി. അങ്ങനെ ഓരോ എക്സാമിന് മുമ്പും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ എക്സാമിനേക്കാൾ കൂടുതലൊരു മാറ്റം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിംഗ് ആണ് ഞാൻ പേടിച്ചിരുന്നത്. റീഡിംഗ് എക്സാം എഴുതുമ്പോൾ ഞാൻ തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന എക്സാം വരുമ്പോൾ എന്നോട് ആര് പറയുന്ന കണക്കാണ്, നീ ഇത് പുറകിലോട്ട് പോയി ഒന്നുകൂടി നോക്ക്. അപ്പോൾ ആ കറക്റ്റ് ആൻസറിൻ്റെ ലൈൻ എന്നെ ആരോ കാണിച്ചു തരുന്ന പോലെ എനിക്ക് തോന്നുക. അങ്ങനെ ഞാൻ എറേസ് ചെയ്ത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെ എറേസ് ചെയ്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ തോക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷ തന്നെ എക്സാം കഴിഞ്ഞു പോന്നു. എനിക്ക് ലാസ്റ്റ് എക്സാമിനേക്കാൾ ടഫായിരുന്നു എക്സാം ആണെങ്കിൽ. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ടും പഠനം നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വരുന്നവരെ പഠിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ റീഡിങ്ങിനായിരുന്നു. അങ്ങനെ എല്ലാ മൊഡ്യൂളും നല്ല സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഇത് എന്നെ ഒത്തിരി എൻ്റെ വിശ്വാസം ആഴപ്പെടാനായിട്ട് എനിക്ക് ഇടവരുത്തി. പിന്നീട് തുടങ്ങി എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ എല്ലാത്തിനും ഒരാളുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പറയും. അപ്പോൾ അവിടെ നിന്നൊരു യെസ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ മാത്രമേ ഞാൻ ഓർഡർ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ഏജൻസി ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും ഞാൻ മാതാവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യം ഇതേ ഉള്ളൂ, അമ്മ മാതാവ് എനിക്ക് ഈ തവണയും പോയിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. അതായത് ഒരിക്കൽ പോലും ഞാൻ അമ്മയിൽ നിന്ന് വിട്ടുപോകാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിട്ടുപോകാനായിട്ട് ഇടവരുത്തരുത് എന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയുടെ കരം പിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കൈവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കരം എന്നെ പിടിക്കണം. അപ്പോൾ ഒരിക്കലും അമ്മയുടെ കരം വിട്ട് പോകാനായിട്ട് ഇടവരുത്തത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അമ്മ എന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ബാക്കി എല്ലാവർക്കും സ്പോൺസർഷിപ്പ് ലെറ്ററിനും കോൺട്രാക്റ്റും ഈവൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാനലിരുന്ന് അവർ പറഞ്ഞത്, യുവർ ഓൾ ആൻസേഴ്സ് വെർ വെരി എക്സലൻറ്റ് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതായത് ഇതൊക്കെ എനിക്ക് സ്വയമായിട്ട് ഒരിക്കലും കഴിയുന്ന കാര്യങ്ങളല്ല. മാതാവ് എന്നെ കൊണ്ട് എല്ലാ ആൻസേഴ്സും നന്നായിട്ട് പറയാനായിട്ട് എന്നെ സഹായിച്ചു. അത് അങ്ങനെ എൻ്റെ സ്പോൺസർഷിപ്പ് ലെറ്റർ എല്ലാവരും 3 ആഴ്ചയോളം വെയിറ്റ് ചെയ്യുന്ന സ്പോൺസർഷിപ്പ് ലെറ്റർ ആണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഡേ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുതിയപ്പോൾ എൻ്റെ മെയിൽ വന്ന് കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ പറയുന്നതാണ് സമയത്തിൻ്റെ ഷോർട്ടേജ്. എല്ലാം പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി, എൻ്റെ വിസ വന്നു, എല്ലാ കാര്യങ്ങളും റെഡിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ NMC ആപ്ലിക്കേഷനിലൊരു പ്രശ്നം. നഴ്സുമാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് ഇവിടെ നിന്ന് 3 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണം. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ 2 സ്റ്റേജ് ഈസി ആയിട്ട് കഴിഞ്ഞു, CBT എക്സാം ഈസി ആയിട്ട് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇങ്ങനെ ലാസ്റ്റ് എല്ലാ പേയ്മെൻറ്റും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ആ പേജാണ് ഈ ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഞാൻ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ UK വിളിച്ച് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർ പറയുന്നത്, നിങ്ങളൊരു 1 മന്ത് എന്തെങ്കിലും വെയിറ്റ് ചെയ്യും, നിങ്ങൾ ഈ ഒരു ദിവസമല്ലേ ഇത്, അല്ലെങ്കിൽ ഇന്നലെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പല്ലേ അപ്ലൈ ചെയ്തോളൂ, അപ്പോൾ നിങ്ങളാണെങ്കിൽ കുറച്ചാൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മന്ത് വെയിറ്റ് ചെയ്തു. അതിന് വേണ്ടി മെയിൽ അയച്ചു, അവിടെ COക്ക് മെയിൽ അയച്ചു, എല്ലാവർക്കും മെയിൽ അയച്ചിട്ടും ഒരു ഇതുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം മാതാവിനോട് അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതും വെക്കാത്തതുമായ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നു, നീ ഒന്നുകൂടി NMC വിളിച്ചതിന് ശേഷം നീ അവരോട് പറയുക, എൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ NMC വിളിച്ചു. അന്ന് എടുത്ത ആൾ അത്യാവശ്യം നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഈ 1 മന്തായിട്ട് വെയിറ്റ് ചെയ്യാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് എൻ്റെ ആ പോർട്ടലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായി കിടക്കുകയാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, 10 ഡേയ്സിനകം നിൻ്റെ പ്രോബ്ലം ക്ലിയർ ആവും, എങ്കിൽ നീ എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന്. ദൈവാനുഗ്രഹത്താൽ നെക്സ്റ്റ് ഡേ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ആ ബ്ലോക്ക് മാറ്റി, എൻ്റെ വെരിഫിക്കേഷൻ നടന്ന് എല്ലാം റെഡിയായി. ഞാൻ ഈ ശനിയാഴ്ചയാണെങ്കിൽ UK പോകാനായിട്ടിരിക്കുകയാണ്.
ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഒത്തിരി നന്ദി. ഇനിയും മാതാവിൽ അടിയുറച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ലിജി റാൽഫി. ഞാൻ ഒല്ലൂർ തൃശ്ശൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു കാറ്റിസം ടീച്ചറാണ്. 12 വർഷമായിട്ട് കാറ്റിസം പഠിപ്പിക്കുന്ന അധ്യാപികയും ഒരു ബാങ്ക് ജോലിക്കാരത്തിയുമാണ്. ഞാൻ ഓൺലൈനിൽ 21 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ അനിയനും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവനോട് ഭയങ്കര ഞങ്ങൾ തമ്മിൽ ചെറിയ വിഷമങ്ങൾ തീർക്കാനായിട്ട് ഞാൻ മെറ്റൽ തലോണയിൽ കെട്ടിവെച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. അങ്ങനെ എത്തിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സെൻറ്റൻസാണ്, വേർ ഐ വിൽ ഗോ ഹൂ ഈസ് ദെയർ ഫോർ മീ. അങ്ങനെ ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നും ചോദിക്കും ഈശോയോട്. ഞാൻ എന്നും 5:20 പള്ളിയിൽ പോയി കൊന്ത ചൊല്ലി കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു, വേർ ഐ വിൽ ഗോ ഹൂ ഈസ് ദെയർ ഫോർ മീ. യെസ്, ഇറ്റ് ഈസ് കൃപാസനം. ഞാൻ ഉടമ്പടി ഓൺലൈനിൽ എടുത്തു. മെറ്റലിൽ മുട്ടുനിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കവേ എനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറാണെന്ന് അറിയുകയും അത് അറിഞ്ഞ ദിവസം പുലർച്ചെ എൻ്റെ അനിയൻ ബൈക്ക് ഓടിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ എൻ്റെ ജീവിതയാത്ര തുടങ്ങിയായി. ഓപ്പറേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ സമയത്തായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് റേഡിയേഷൻ കഴിഞ്ഞു. റേഡിയേഷൻ്റെ ടൈമിൽ അച്ഛൻ യൂട്യൂബിൽ ഇവിടെ പറയുകയാണ്, ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കട്ടിലുമ്മ കിടന്നിട്ട്. അച്ഛൻ പറയുകയാണ്, ആരുടെയോ കഴുത്തും ഒക്കെ എനിക്ക് ഈശോ കാണിച്ചു തരുന്നു. കീമോ ചെയ്തതോ റേഡിയേഷൻ ചെയ്തോ എന്താണെന്നറിയില്ല, കരിഞ്ഞു ഉണങ്ങി കാണിച്ചു തരുന്നു. എന്നോട് റേഡിയേഷൻ ടൈമിൽ ഡോക്ടർ പറഞ്ഞു 1.5 മാസം ലീവ് എടുക്കണം. ഞാൻ ആകെ 2 ദിവസം ലീവ് എടുത്തുള്ളൂ. ആ റേഡിയേഷൻ ടൈമിൽ ബാങ്കിൻ്റെ 2 എക്സാം ഞാൻ പാസ്സായി. മാർച്ച് 31 ഞാൻ തൃശ്ശൂർ ബ്രാഞ്ചിലെ സ്റ്റാഫിൻ്റെ ഇടയിൽ ടോപ്പർ ടാർഗറ്റ് അച്ചീവറായി. അതുമാത്രമല്ല, എനിക്ക് MDയുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ കിട്ടിയ ഒരേ ഒരു വ്യക്തിയും ഞാനാണ്. അത് കഴിഞ്ഞ് യൂട്രസിൻ്റെ ഓപ്പറേഷനും ചെയ്യാൻ പറഞ്ഞു അവർ. നവംബറിൽ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അതിന് ശേഷമാണ് യൂട്രസിൻ്റെ ഓപ്പറേഷൻ. യൂട്രസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ച വീട്ടിൽ വന്നു. അപ്പോൾ യൂറിൻ നിൽക്കണില്ല. ഇവിടെ വന്ന് അപ്പം ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും ചെന്നപ്പം ഡോക്ടർ CT ചെയ്തു. ഞങ്ങളോട് വ്യക്തമായി എന്താണ് ഉണ്ടായത് എന്ന് അവർ പറഞ്ഞില്ല. ട്യൂബ് ഇട്ട് വീട്ടിൽ പോകാൻ വീണ്ടും പറഞ്ഞു. വീട്ടിൽ വന്നു. 2 ആഴ്ചയ്ക്കുള്ള മെഡിസിൻ തന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ യൂട്രസിൻ്റെ ട്യൂബും യൂറിൻ ബാഗും ഒക്കെ ഇട്ടിട്ടും എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് ഞാൻ ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ അച്ഛൻ്റെ ടോക്കൺ കിട്ടും. ലൈനിൽ നിന്നു അച്ഛനെ കണ്ടു വിവരം പറഞ്ഞു. അച്ഛൻ മാതാവിൻ്റെ കൂടെ പോയി പ്രാർത്ഥിച്ചു. എൻ്റെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ വെള്ളിയാഴ്ച ഞാൻ CTക്ക് കയറിയപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൻ്റെ 3 കവർ പത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ എൻ്റെ യൂറിൻ്റെ ബാഗ് ഒരു കവറിലാക്കി, ബാക്കി എല്ലാ പത്രവും ഞാൻ ഈ മറ്റേ കവറിലാക്കി. കാലത്തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളി ചോദിച്ചിട്ടുണ്ട്. അവിടെ കയറി പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന എല്ലാവർക്കും പത്രം കൊടുത്തു. അപ്പോഴേക്കും ഡോക്ടേഴ്സ് അവിടെ നിന്ന് അറിഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന്. ഡോക്ടേഴ്സിനറിയാം അവരുടെ മിസ്റ്റേക്കാന്ന് നമുക്കറിയില്ല. അവർ പറഞ്ഞു, ലിജിയോട് പറയേ നേരെ CTക്ക് കയറിക്കോളാൻ. CTയുടെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പകുതി പൈസ മതി. CTക്ക് കയറി 1.5 മണിക്കൂർ കൊണ്ട് CT എടുത്തു. അപ്പോൾ എനിക്ക് കീമോ ചെയ്ത് ഞരമ്പൊന്നും കിട്ടില്ല. അന്ന് CTയുടെ മരുന്ന് കയറ്റാൻ ഞരമ്പൊക്കെ ക്ലിയറായിട്ട് കിട്ടി. CT കഴിഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരെന്താ കാര്യം എന്ന് പറയുന്നില്ല. പിന്നെ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, എൻ്റെ കാര്യം ഇനിയും പോക്കാന്നാണ് തോന്നണേ, ഇവർ ഇത്രയും നേരം CT എടുക്കാൻ എന്താ. പക്ഷേ CTയുടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലിജി ദിസ് ഈസ് യുവർ ഏർലിയർ CT സ്കാൻ. ഇപ്പോൾ കാണുന്നത് ഇതാണ്, ഇറ്റ് ഈസ് വാനിഷ്ഡ്. അപ്പോൾ ഞാനിങ്ങനെ തരിച്ചു നിന്ന് പോയി. അപ്പോൾ തന്നെ അവിടെ സർജൻ ഫോൺ ചെയ്തു, ലിജി അവിടെ ഉണ്ടോ? ലിജി ഇവിടെ ഉണ്ട് ഡോക്ടർ സുബി, ഇറ്റ് ഈസ് വാനിഷ്ഡ്, നത്തിങ് ഈസ് ദെയർ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അവർ ഡിസ്കസ് ചെയ്തു. ഞങ്ങളോട് സർജൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഡോക്ടേഴ്സ് വീഡിയോ കോൾ വിളിച്ച് യൂറോൻ്റെ ഡോക്ടറെയും എല്ലാ ഡോക്ടേഴ്സിനെയും പരസ്പരം ഡിസ്കസ് ചെയ്തു. ആ ഹോള്, അവരുടെ ബ്ലാഡറിൽ വന്ന ഹോള് ഞങ്ങൾക്ക് അപ്പോഴാണ് അവർ സ്ക്രീനിൽ കാണിച്ചു തരുന്നത്. ഇറ്റ് വാസ് എ ബിഗ് ഹോൾ. അതുമാത്രമല്ല, അന്ന് ഞാൻ അച്ഛനെ കാണാൻ വന്നപ്പം എൻ്റെ ചെറിയ മോൻ കൂടെ ഉണ്ടായിരുന്നു. അവന് പഠിക്കാൻ കുറച്ച് ബാക്കാണ്. അച്ഛൻ തലയിൽ അവന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അവന് കെമിസ്ട്രി എക്സാമാണ്, ബോർഡ് ICC ആണ്. അപ്പോൾ പ്രീ ബോർഡിന് അവൻ കെമിസ്ട്രിക്ക് തോറ്റേക്കാണ്. മിസ്സ് പറഞ്ഞു അവൻ തോറ്റേക്കാണ്, ഞമ്മയുടെ അസുഖമായതുകൊണ്ട് ഞാൻ അവനെ ജയിപ്പിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ബോർഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് 90 മാർക്കാണ് കെമിസ്ട്രിക്ക്. ഞാൻ എന്നും ദശാംശം ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരാളാണ്. ദശാംശം ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണോ എനിക്ക് ക്യാൻസർ വന്നതെന്ന് ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കാനും എന്നെ കൂടുതൽ എളിമയിലേക്ക് വളർത്താനും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഈശോ എനിക്ക് ക്യാൻസർ തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദശാംശം കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം.
അതുമാത്രമല്ല, ഞാൻ എൻ്റെ മൂത്ത മകനെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര നീര് വന്നു, അവന് തീരെ വയ്യാതെയായി. ഹസ്ബൻഡ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 25,000 രൂപയുടെ ടെസ്റ്റുകൾക്ക് ഡോക്ടർ എഴുതി. അവന് വാദമാണോ റൊമാറ്റിസ് ആണോ ഭയങ്കര സീരിയസ് ആയ പ്രോബ്ലം ആണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. റിസൾട്ട് മേടിക്കാനായിട്ട് പോകാനായിട്ട് ഹസ്ബൻഡും മോനും കൂടി പോയപ്പം ഞാൻ ബാങ്കിൽ പോയി. അവിടുന്ന് അങ്ങനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ രോഗികളെ കാണാൻ പോവില്ലായിരുന്നു, കാരണം ഞാൻ തന്നെ ഒരു രോഗിയാണ്. ഞാൻ ആകെ കൂടി കണ്ടത് ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ക്യാൻസർ രോഗിനെ മാത്രമായിരുന്നു. ഞാനപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് 50 ബ്രെഡ് പാക്കറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് ഫോൺ ചെയ്തു. ബാങ്കിലേക്ക് അവർ 50 ബ്രെഡ് പാക്കറ്റുമായിട്ട് എത്തുമ്പോഴേക്കും ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു, അതെ അവന് കാലിനൊന്നും ഒരു പ്രശ്നമില്ല, റിപ്പോർട്ട് എല്ലാം ഓക്കെ ആണ്, ഇനി എന്തെങ്കിലും നീർക്കെട്ടായിരിക്കുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നവൻ പറഞ്ഞു. ഇതിനേക്കാളൊക്കെ കുറേയേറെ നന്മകൾ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മാതാവിനും യേശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അലക്സ് അഗസ്റ്റിൻ. ഞാൻ അങ്കമാലിക്ക് അടുത്തുള്ള എളവൂരിൽ നിന്ന് വരുന്നു. 2020 ജനുവരി 26 തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഉടമ്പടിയുടെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എൻ്റെ അനിയൻ്റെ പട്ടം അടുത്ത് വരികയായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണം നടക്കണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടുമായിരുന്നു ഞാൻ മെയിനായിട്ട് അതിൽ ഉദ്ദേശിച്ചിരുന്നത്. അത് രണ്ടും ദൈവം നടത്തി തന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ ഇവിടെ വരാനിടയായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാനഡ സ്റ്റുഡൻറ്റ് വിസ റിജക്റ്റായിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു തടസ്സം കാരണമാണ് ഞാനിവിടെ വന്നത്. 2022 ജൂൺ 10 തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ അതിൽ 6ാമത്തെ നിയോഗമായിട്ടാണ് എഴുതിയേ. ഞാനപ്പോൾ കാനഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ അങ്ങേക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നടത്തി തന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കാനഡ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നി അവിടേക്ക് എനിക്ക് ദൈവം ആഗ്രഹിച്ചിട്ടില്ല. ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അത് നടന്നേനെ. പക്ഷേ അത് കാരണം ഞാനപ്പോൾ മാറ്റി, എൻ്റെ സ്ഥലം ഞാൻ അയർലൻഡാക്കി മാറ്റി. അപ്പോൾ അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ റെഡിയാക്കി തരണമെന്നായിരുന്നു എൻ്റെ 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്. ആ 6ാമത്തെ നിയോഗം അങ്ങനെ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ തുടക്കം തുടങ്ങി അവസാനം വരെ തടസ്സം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസ ഓൾറെഡി കാനഡ റിജക്റ്റ് ആയ കാരണം ഇനി അയർലൻഡാണെങ്കിൽ ഫണ്ടാണ് അവർ മെയിനായിട്ട് നോക്കണേ. അപ്പോൾ നമ്മുടെ ഫണ്ടൊന്നും പ്രോപ്പറൊന്നും അല്ലായിരുന്നു. അപ്പോൾ പിന്നെ വലിയ യൂട്യൂബിലെ വീഡിയോസ് ഉണ്ട്, ഓരോരുത്തരുടെ ടെസ്റ്റിമോണി റിജക്റ്റ് ആയവരുടെ ഞാൻ മെയിനായിട്ട് നോക്കുകയുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നതൊക്കെ എൻ്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് റിജക്റ്റ് ആയിരുന്നു. അപ്പോൾ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ആണെന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴെൻ്റെ ഉള്ളിൽ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം മാതാവ് നോക്കിക്കോളും. അങ്ങനെയും അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു നെഗറ്റീവ് വരുമ്പോൾ അതിനൊരു പോസിറ്റീവാക്കി മാറ്റുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ മാസവും ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാ മാസവും ഞാൻ വരുമായിരുന്നു. എൻ്റെ ഒരു ആൻറ്റിയും കൂടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതുക്കി അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ 15 എന്നുള്ളൊരു ഡേറ്റ് എൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ മാനസികമായിട്ട് ചിന്തിച്ചതല്ല, പെട്ടെന്ന് അങ്ങനെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ 15 ഇങ്ങനെ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഈ ആൻറ്റി എൻ്റെ അടുത്ത് ഒരു മാസം കഴിഞ്ഞ് പറഞ്ഞു, എൻ്റെ സെപ്റ്റംബർ 15 നിൻ്റെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചത് ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറയായിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 15 തീയതി രാവിലെ ഇവിടെ നിന്ന് എംബസിയുടെ ഓഫീസിൽ നിന്ന് വന്നേക്കാം. ഞാൻ 2018 തൊട്ട് 2020 വരെ ദുബായിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ വിളിച്ച് മെയിൽ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾ അന്വേഷിച്ചത് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു 10 തൊട്ട് 20 ദിവസം വരെ പിടിക്കുമെന്ന്. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തിനുള്ളിലൊക്കെ കിട്ടണത് കണ്ടു. അത് കഴിഞ്ഞ് എൻ്റെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ അവിടുത്തെ ഏജൻസിയിൽ അന്വേഷിച്ച് ഒക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ ഏജൻസിയുടെ നമ്പർ എനിക്ക് തന്നായിരുന്നു. അയാളോട് ഞാൻ വിളിച്ച് ചോദിച്ചു, സാറേ ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ 24 മണിക്കൂറിനാണ് പുള്ളി പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിലാണ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് അന്ന് സെപ്റ്റംബർ 15 തീയതി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഇത് ഞാനങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചേണേ. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ചിലർക്ക് 1 മണിക്കൂറിനുള്ളിൽ കിട്ടിയെന്നൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 1:45 15 തീയതി ഉച്ച കഴിഞ്ഞ് ഒരു 1:45 ഞാൻ ഈ PCCക്കുള്ള ആപ്ലിക്കേഷൻ അവിടെ ദുബായിൽ സബ്മിറ്റ് ചെയ്തേക്കണേ. ആ ഏജൻറ്റ് 3 മണിയായപ്പോഴേക്കും 3:07 ആയപ്പോഴേക്കും അത് കിട്ടി. ഞാനപ്പോൾ മെയിലിങ്ങനെ ഫ്രീക്വൻ്റായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി, എങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയാൻ. കറക്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 3:07 വന്നിട്ടുണ്ട്. പിന്നെ അയർലൻഡിൻ്റെ ഇതാണെങ്കിൽ അവർ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് വിസ പ്രോസസ്സിങ്ങിൻ്റെ ഡിസിഷൻ തന്നെ. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി വരെയുള്ള പ്രോസസ്സിംഗ് ആണ് വെള്ളിയാഴ്ചത്തേൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഇനി അത് കിട്ടിയിട്ടാണ് 3:07 ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് അടുത്ത ദിവസത്തെ റിസൾട്ടിൽ എൻ്റെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാലും ഞാൻ ഏജൻസി പറഞ്ഞു ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ചൊവ്വാഴ്ചത്തേൽ വരുമെന്നുള്ള ധാരണയിലിരുന്നത്. എനിക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയായപ്പോൾ വന്നത്, 16-ാം തീയതി 9 മണിയായപ്പോൾ വന്ന് ഞാൻ കിടന്നുറങ്ങണേൻ്റെ ഇടയ്ക്കാണ് വിളിക്കണത്. നല്ല ക്ഷീണം, രാത്രി ഉറങ്ങാൻ പറ്റില്ല നമ്മൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഉറങ്ങി ഒരു 2 മണിക്കൂറിനുള്ളിൽ ഫോൺ വന്നേക്കാണ്. അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എടുക്കണേ. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു തനിക്ക് അപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാനത് വണ്ടടിച്ചു പോയി. കാരണം എല്ലാം എൻ്റെ ഭാഗത്ത് നെഗറ്റീവായിരുന്നു. കാരണം റിജക്ഷനുള്ള ചാൻസ് ആയിരുന്നു കൂടുതൽ. അപ്രൂവ് ആയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ സൈറ്റിൽ കയറി നോക്കി. സൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്, അപ്രൂവ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച എനിക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പം ഞാൻ അതിൽ ഡേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 15-ാം തീയതിയാണ് അതിൽ എൻ്റെ വിസ അപ്രൂവ് ആയ ഡേറ്റ് അതിൽ അടിച്ചേക്കണേ. അപ്പോൾ മാതാവ് ഈ ഒരു അത്ഭുതത്തോടു കൂടി എൻ്റെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചേക്കാണ്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിഷ എന്നാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ നിൽക്കാനുള്ള അനുഗ്രഹം തന്നതിന് മാതാവിനോട് തിരുക്കുമാരനോട് നന്ദി പറയട്ടെ. 2019 മാതാവിനെ പറ്റി, കൃപാസന മാതാവിനെ പറ്റി എനിക്ക് അറിയാനുള്ള അനുഗ്രഹം ഉണ്ടായത്. എൻ്റെ ഒരു കൂട്ടുകാരിൽ നിന്നാണ് ആദ്യമായിട്ട് മാതാവിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. അതിന് മുമ്പോ അതിന് പിമ്പോ ഒന്നും ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടിനെ പറ്റിയോ മാതാവിനെ പറ്റിയോ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാനൊരു ഹിന്ദുമത ആളാണ്, ഹിന്ദുമതത്തിലുള്ള ആളാണ്. അപ്പോൾ 2019 ഞാൻ നേഴ്സായിട്ട് സൗദിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു 1.5 വർഷം കൊണ്ട് എൻ്റെ സിസ്റ്റം, അതായത് MOH, എല്ലാവർക്കും അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ MOH സിസ്റ്റത്തിലാണ് എല്ലാ വെക്കേഷനും കാര്യങ്ങളും ലീവും സാലറിയും എല്ലാം വരുന്നത്. ഒരു 1.5 വർഷമായിട്ട് എൻ്റെ സിസ്റ്റം ഓപ്പൺ അല്ലായിരുന്നു. ആദ്യം അത് 1 വർഷമായപ്പോൾ ഒരു കുഴപ്പമില്ല പോട്ടെ, മാനുവലിലെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആദ്യത്തെ വർഷം മാനുവലിൽ ലീവ് പോയി, വെക്കേഷനും വന്നു, സാലറി എല്ലാം വന്നു. 2ാമത്തെ വർഷമായപ്പോൾ മാനുവൽ ലീവ് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ 1.25 വർഷമായി നീ സിസ്റ്റത്തിലല്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നു, ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരു 10 ബിൽഡിങ്ങുകൾ ഞാൻ ഒരു 3-4 മാസത്തോളം കയറി ഇറങ്ങിയിട്ട് എനിക്കിത് ശരിയായി കിട്ടിയില്ല. അവസാനം ഞാൻ മടുത്തു. ആ സമയത്താണ് എൻ്റെ കൂട്ടുകാരി കൃപാസന മാതാവിനെ പറ്റി പറയുന്നത്. അപ്പം ഞാൻ മാതാവിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, എനിക്കറിയില്ല മാതാവ് എന്താണെന്ന്. പ്രത്യേകിച്ച് ഹിന്ദു ആയത് കാരണം എനിക്കറിയില്ല എന്താണെന്ന് പ്രാർത്ഥന. പക്ഷെ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഞാൻ ജപമാലയൊക്കെ അർപ്പിക്കുമായിരുന്നു. ആ പ്രാർത്ഥനകളെല്ലാം എനിക്ക് കാണാണ്ട് അറിയായിരുന്നു. അപ്പോൾ ഇവളിത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ പറയട്ടെ, ഇതൊന്ന് ശരിയാക്കി തരുവാണെങ്കിൽ എൻ്റെ ജോലി എനിക്ക് തിരികെ കിട്ടും, അതോടെ എൻ്റെ കുടുംബം രക്ഷപ്പെടും. ഇതൊന്ന് ശരിയാക്കി തരുവാണെങ്കിൽ ഞാൻ മാതാവിനെ ഇവിടെ വന്ന് കണ്ടോളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് എൻ്റെ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇതൊരു 3-4 മാസമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇത് ശരിയാവാതെ ഞാൻ പോകും തിരിച്ചു വരും. അവസാനം എനിക്ക് തന്നെ മതിയായി. ഞാൻ തന്നെ മനസ്സുകൊണ്ട് തീരുമാനിച്ച് തിരിച്ചു പോകാം, ജോലിയിൽ തുടരണ്ടെന്ന് തീരുമാനിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇവളിത് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലല്ലേ നടക്കുള്ളൂ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, നിഷ, നിൻ്റെ സിസ്റ്റം ഓണായിട്ടുണ്ട്, നീ വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഇത്രയും മാസങ്ങളായിട്ട് ഈ ഓണാകാത്ത സിസ്റ്റം ഇപ്പം ഓണായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി അത് എനിക്കൊന്ന്, എൻ്റെ പേരാണ് അതിനകത്ത് ഉള്ളതെന്ന് ചേച്ചി എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ പേര് എൻ്റെ ID-യിൽ പുതിയൊരു സിസ്റ്റം ഓണായി വന്നേക്കുന്നു. ആ സിസ്റ്റത്തിനകത്ത് ഞാൻ ഇതുവരെ ചെയ്ത മാനുവലിലെടുത്ത വെക്കേഷൻ ഉൾപ്പെടെ ആരോ അപ്ലോഡ് ചെയ്തിട്ടേക്കണത്. ഇത് ശരിക്കും ഞാനത് വിശ്വസിക്കുന്ന മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആശ്രയിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ് എൻ്റെ കൂടെ അവിടെ വന്ന് എനിക്കത് ചെയ്തു തന്നതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിനുശേഷം എനിക്ക് കൃപാസനത്തിൽ വരാനുള്ള അനുഗ്രഹം ഉണ്ടായി. ഞാൻ ഇവിടെ വന്ന് ആൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, ഞാൻ തിരിച്ചു പോയി. 2021 വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിനകത്ത് 1ാമത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിന് കേസ് ഉണ്ടായിരുന്നു. ഒരു 12-13 വർഷമായിട്ട് ഈ കേസ് ഒരു ഇതുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കുടുംബക്കാർ വരെ അതിനെതിരായിട്ട് ഞങ്ങൾക്ക് സാക്ഷികളായി അവിടെ പോയി പറഞ്ഞ ഒക്കെ ആയിട്ടുള്ള കേസാണ്. അപ്പോൾ വക്കീൽ തന്നെ പറഞ്ഞു, പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്നതിന് ശേഷം എനിക്കറിയില്ല, എനിക്കൊരു പ്രത്യേക എനർജി വന്നാണക്ക്. അതായത് എനിക്ക് ഇന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു. ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റണ ഒരു ഇതുള്ള ആളായിരുന്നില്ല ഞാൻ. പക്ഷെ അതെല്ലാം എന്നിൽ നിന്ന് എനിക്കിത് മാറ്റി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് ഒരു പ്രത്യേക ശക്തി തന്നു. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, ആൾക്കാരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇത്രയും പേര് ഇവിടെ നിൽക്കണം, അവരോട് മുന്നിൽ എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഈ അനുഗ്രഹം തന്നെ തന്നത് മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഉടമ്പടിക്ക് ശേഷം എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ഞാൻ സൗദി വെച്ച് കൂടുമായിരുന്നു, ഉപവാസം എടുത്ത് കൂടുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഓരോ ചൊവ്വാഴ്ച ഉടമ്പടി പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു നിയോഗം അല്ലെങ്കിൽ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ 12 വർഷമായിട്ട് നടക്കുന്ന കേസ് ഞങ്ങൾക്കായ അനുകൂലമായിട്ട് വിധി വന്നു. അത് ഒന്നാമത്തെ സാക്ഷി. രണ്ടാമത് എൻ്റെ സഹോദരൻ ഈ 10-14 വർഷമായിട്ട് ഡിവോഴ്സായിരുന്നു. ആൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. പറയുമ്പോഴൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അയാളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷമായി. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 7-8 ലക്ഷം രൂപയുടെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് സ്വർണം പണയം വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരണേന്ന്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു ചൊവ്വാഴ്ച ഇതേപോലെ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങളൊരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. അത് 2 ലക്ഷം രൂപയോളം 1.25 ലക്ഷം രൂപയോളം വരുള്ളൂ. പക്ഷേ ഇത് ഒന്നും ഞങ്ങളുടെ കടബാധ്യത തീർക്കാനുള്ള ഒരു തുകയല്ല. പക്ഷേ ഞാൻ മാതാവിനോടും പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, എനിക്കറിയില്ല, ഇനി അത് വിറ്റിട്ടായാലും എനിക്ക് ഈ ബാധ്യതകളൊന്ന് തീർത്ത് തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ, അതായത് ചൊവ്വാഴ്ച ഇവിടെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ ഞങ്ങൾക്ക് അമ്മ 6 ലക്ഷം രൂപ തന്നു. അങ്ങനെ അത് ഞങ്ങൾക്ക് മുഴുവനായിട്ടും വിൽക്കാതെ തന്നെ കടബാധ്യതകൾ തീർക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ വന്നിട്ട് ആൾക്ക് 3-4 മാസമായിട്ട് ഇക്കാമയോ അല്ലെങ്കിൽ വിസ തീർന്നിട്ട് പോലീസ് പിടിക്കാതിരിക്കാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇക്കാമ കിട്ടി. അവിടുത്തെ ജോലിയിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ആൾക്ക് തിരിച്ച് നാട്ടിൽ വരാനുള്ള അനുഗ്രഹം ഉണ്ടായി. പിന്നെ ആൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ആൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് മരുന്ന്, ഒരു 6 മാസത്തെ മരുന്ന് ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും. എങ്കിലും ഇതൊക്കെ ഉടമ്പടിയിൽ എഴുതാത്തതാണ്. എന്നാലും എനിക്കിവിടെ വന്നപ്പോൾ പറയണം എന്ന് തോന്നി. 1.5 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ മരുന്നിൻ്റെ ബോക്സ് അങ്ങനെ തന്നെ ഇരിക്കണേണ്. ഇപ്പോൾ ആൾ മരുന്ന് കഴിക്കുന്നില്ല. മാത്രമല്ല ആൾക്കത് നന്നായിട്ട് കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു.